ഹായ് നമസ്കാരം, എല്ലാവർക്കും മിലി ആൻഡ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാട്ടിലെ ഫ്രണ്ട്സ് സാംസ്കാരിക വേദിയുടെ ഓഫീസിൻ്റെ മുന്നിലാണ്. ചിട്ടി നടത്തിയും പാഴ്വസ്തുക്കൾ ശേഖരിച്ചും മെമ്പർ ഫണ്ട് ഉപയോഗിച്ചും നേടിയെടുത്ത ലൈബ്രറി ഉൾപ്പെടുന്ന കെട്ടിടം. ഞങ്ങളുടെ ലൈബ്രറിയിലേക്ക് ആർക്കെങ്കിലും പുസ്തകങ്ങൾ സ്പോൺസർ തരാൻ താല്പര്യമുണ്ടെങ്കിൽ വായന ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു അനുഗ്രഹമായിരിക്കും. സാംസ്കാരിക വേദിയുടെ നല്ല നടത്തിപ്പിന് വേണ്ടി സാമ്പത്തികം കൂടിയേ തീരും. അതിൻ്റെ സാധ്യതകൾ തേടി ഫ്രണ്ട്സ് പാറങ്ങാടിൻ്റെ പ്രവർത്തകർ നടത്തുന്ന കർക്കിടക മരുന്നിൻ്റെ നിർമ്മാണത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. കർക്കിടകം മലയാള മാസത്തിലെ അവസാനത്തെ മാസം. ഗ്രീഷ്മ ഋതുവിൽ നിന്നും വർഷ ഋതുവിലേക്കുള്ള പ്രകൃതിയുടെ മാറ്റം. വരുന്ന ഒരു വർഷത്തേക്കുള്ള ഊർജം സംഭരിക്കാനുള്ള ഒരു മാസമായാണ് പൂർവികർ കർക്കിടകത്തെ കണ്ടിരുന്നത്. ദക്ഷിണായന കാലഘട്ടത്തിന്റെ ആരംഭമാണ് കർക്കിടകം. ഭഗവാനും ഭക്തനും ഒന്നാണ് എന്ന് പറയുന്ന മാസം. കോരിച്ചൊരിയുന്ന മഴയത്ത് കാർഷിക മേഖലയിൽ നിന്നും ഒന്നും ലഭിക്കാത്ത കാലമായതിനാൽ പഞ്ഞമാസം എന്നും പറയുന്നു. ഭൂമി ആകെ തണുക്കുന്ന കാലം. അന്തരീക്ഷമാകെ പലവിധ രോഗാണുക്കൾ കൊണ്ട് നിറയുന്നു. നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്ന കാലം കൂടിയാണിത്. മഴക്കാല രോഗങ്ങൾ, പ്രകൃതി ദോഷങ്ങൾ, സാംക്രമിക രോഗങ്ങൾ എന്നിവയൊക്കെ ഈ കാലത്ത് വരുവാൻ സാധ്യത കൂടുതലാണ്. മനുഷ്യ ശരീരത്തിൽ നിന്നും പ്രകൃതിയിലേക്ക് ആരോഗ്യം ആദാനം ചെയ്യുന്ന കാലഘട്ടമാണ് ആദാന കാലഘട്ടമെന്നും, പ്രകൃതി മനുഷ്യരിലേക്ക് ആരോഗ്യം വിസർജിക്കുന്ന കാലഘട്ടമാണ് വിസർഗ കാലഘട്ടമെന്നും ആയുർവേദ ശാസ്ത്രം പറയുന്നു. വിസർഗ കാലഘട്ടത്തിന്റെ മധ്യഭാഗത്തായാണ് കർക്കിടകം വരുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ പരിപാലനത്തിന് ഏറ്റവും അനുയോജ്യമായ മാസം കൂടിയാണ് കർക്കിടകം. ഈ സമയത്താണ് കർക്കിടക മരുന്നിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. ഒട്ടേറെ ഔഷധ ഗുണങ്ങളുള്ള ഈ മരുന്ന് പ്രസവരക്ഷാ മരുന്നായും ഉപയോഗിക്കുന്നു. തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്ന ഈ മരുന്നിൽ എള്ള്, നെല്ലിക്ക, ഇരട്ടിമധുരം, അണ്ടിപ്പരിപ്പ്, ബദാം, ഉലുവ, തിപ്പലി, അശാലി, കസ്കസ് എന്നിങ്ങനെ ഒട്ടനവധി ഔഷധങ്ങൾ ചേരുന്നുണ്ട്. നടുവേദന, നാഡീ സംബന്ധമായ വേദനകൾ, ശരീരത്തിന്റെ തേജസ് വർദ്ധിപ്പിക്കൽ, ശരീരത്തിന്റെ ബലം വർദ്ധിപ്പിക്കൽ എന്നിങ്ങനെ നീളുന്നു ഈ മരുന്നിന്റെ ഗുണങ്ങൾ. മണിക്കൂറുകളോളം ഓട്ടുരുളിയിൽ വേവിച്ചെടുക്കുന്ന ഈ ഔഷധക്കൂട്ട് നിർമ്മിക്കാൻ മെമ്പർമാരായ പുരുഷന്മാരുടെയും വനിതകളുടെയും കൂട്ടായ പ്രവർത്തനം ഫ്രണ്ട്സ് സാംസ്കാരിക വേദിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.